നിങ്ങൾക്ക് എളുപ്പത്തിൽ ചായക്കടി തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ഐറ്റമാണ് ഇത്. ആന്ധ്ര സ്റ്റൈലിലുള്ള നല്ല പഞ്ഞി പോലെയുള്ളൊരു ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇഡ്ഡലി മാവാണ്. അത്യാവശ്യം കട്ടിയുള്ള മാവ് വേണം നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. ഞാനിവിടെ 1.5 കപ്പ് അളവിൽ ഇഡ്ഡലി മാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ജീരകവും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് അരിഞ്ഞത് ചേർത്തതിന് ശേഷം 1 സ്പൂൺ അളവിൽ അരിപ്പൊടിയുടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ബോണ്ട കുറച്ചൊന്ന് പുറം ഭാഗം ക്രിസ്പി ആയിട്ട് കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ടാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെടുക്കുന്ന ഇഡ്ഡലി മാവ് കുറച്ചൊന്ന് ലൂസായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് ഈ ഒരു പരുവത്തിലൊന്ന് ആക്കി എടുത്താൽ മതിയാവും. നമുക്കിതുപോലെ കയ്യിലെടുത്ത് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റണം. ഈ ഒരു പരുവത്തിൽ വേണം മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണയൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് മാവൊന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു പ്രാവശ്യം ഒരു ബോണ്ടയ്ക്കുള്ള മാവൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട് വേണം രണ്ടാമത്തെ ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് കുറേശ്ശെയായിട്ട് മാവൊന്ന് ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് കളറായി പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വെന്ത് കിട്ടും. ഇതുപോലെ നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.